സൂര്യവംശത്തിലാണ് ഭാരതത്തിന്റെ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന്റെ ജനനം. മഹത്തായ സൂര്യവംശവും അയോധ്യയുമായുള്ള ചരിത്രവും ഐതിഹ്യവും ഓർമ്മപ്പെടുത്തുന്നതാണ് പുതിയ അയോധ്യയിലെ കാഴ്ചകൾ. അയോധ്യയിലെത്തുന്ന ലക്ഷക്കണക്കിന് രാമഭക്തരെ വരവേൽക്കുന്നത് സൂര്യദേവന്റെ സ്തൂപവും സൂര്യസ്തംഭവും. പുതിയ അയോധ്യയുടെ പ്രവേശന കവാടം ഇങ്ങനെയാണ്. ഇക്ഷ്വാകുവിലൂടെയാണ് സൂര്യവംശത്തിന്റെ തുടക്കം. ഈ മഹത്തായ കുലത്തിലാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായി ശ്രീരാമജനനം. സൂര്യവംശത്തിന്റെ ജനപദമായ കോസലയുടെ തലസ്ഥാനമായിരുന്നു അയോധ്യ. ഇവ ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാന കവാടത്തിലെ സൂര്യദേവന്റെ സ്തൂപവും സൂര്യസ്തംഭവും. ശ്രീരാമന്റെ ഉപാസനാമൂർത്തി കൂടിയാണ് സൂര്യദേവൻ. ഭഗവാൻ സൂര്യനെ ഉപാസന നടത്തിയിരുന്ന സൂരജ് കുണ്ട് ഇന്നും അയോധ്യയിലുണ്ട്. സൂരജ് കുണ്ടിന് സമീപത്ത് സൂര്യക്ഷേത്രവും. നൂറുകണക്കിന് തീർത്ഥാടകരാണ് പ്രതിദിനം സൂരജ് കുണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. നിത്യേന സൂര്യ ഉപാസന നടത്തുന്ന ഏതൊരു വ്യക്തിക്കും കരുത്തും ആത്മവിശ്വാസവും ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ആധുനിക ഭാരതത്തിന്റെ കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് അയോധ്യ. സൂരജ് കുണ്ടിൽ നിന്ന് വിവേക് നേമത്തിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.